ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെൻറ്റർ ഫോർ CS സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഒപ്റ്റിമൈസേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിമൈസേഷൻ ഓഫ് ബേസിക് ബ്ലോക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡാഗിൻ്റെ ബേസിസിലാണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ബേസിക് ബ്ലോക്സ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നേരത്തെ വീഡിയോയിൽ ബേസിക് ബ്ലോക്സിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് എന്നുള്ള സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡാഗ് എന്താണെന്ന് പറയാം. ഡാഗ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജിനകത്ത് പറഞ്ഞു. പാഴ്സ് ട്രീ പോലെ തന്നെ വരയ്ക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ആണ്. പക്ഷേ എന്തില്ല, പാഴ്സ് ട്രീക്കകത്ത് നമ്മൾ റിപ്പീറ്റഡ് നോട്ട്സിനെ വീണ്ടും വരയ്ക്കുന്നു. ഡാഗിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഇല്ല. അപ്പോൾ ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ ഡാഗിനകത്ത് ഓരോ ഇനിഷ്യൽ വാല്യൂവിനും നമുക്ക് ഒരു നോഡ് ഉണ്ടാവും. ബേസിക് ബ്ലോക്ക് സ്പിയർ ചെയ്യുന്ന എല്ലാ വാല്യൂസിനും നമുക്ക് എന്തുണ്ട്, ഒരു നോഡ് ഉണ്ടാകും. ഇനി ഒരു നോഡ് n എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ ബ്ലോക്കിൻ്റെ അകത്തുള്ള കോഡുകളെ കുറിച്ചാണ് ഇവിടെ, അതിൻ്റെ റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. n എന്ന് പറയുന്നൊരു നോഡ് എസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ലേബൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് എന്താണ് ആ n എന്ന് പറയുന്ന നോഡിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബ്ലോക്കിനകത്ത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡാഗ് വരയ്ക്കുന്നത്. അപ്പോൾ ചില നോഡുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഔട്ട്പുട്ട് നോഡുകളെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഔട്ട്പുട്ട് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിൽ മാത്രമല്ല, ആ ഒരു ഫ്ലോ ഗ്രാഫിൽ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ പ്രോഗ്രാമിൽ മറ്റെല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ മറ്റ് ബ്ലോക്കുകളിലും ഉപയോഗിക്കപ്പെടുന്നു, ലൈവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് നോഡുകളെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് സ്ട്രക്ചർ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. അപ്പോൾ പൊതുവായി ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഡാഗിൻ്റെ ബേസിസിൽ വരയ്ക്കുമ്പോൾ ഈ പർട്ടിക്കുലർ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് വരയ്ക്കപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം a=b+c എന്ന എക്സ്പ്രഷനാണ്. അപ്പോൾ b എന്ന് പറയുന്ന ഒരു നോഡുണ്ട്, c എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ട് പ്ലസ് ഓപ്പറേറ്ററാണ്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ റൂട്ട് എലമെൻ്റ് ആയിട്ട് നോഡായിട്ട് വരുന്നു. അതിനെ നമ്മൾ എന്തെന്ന് പേര് പറയുന്നു, ആ ഒരു ട്രീയെ നമ്മൾ a എന്നുള്ള പേര് പറയുന്നു. കാരണം അതിലേക്കാണല്ലോ b+c എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് a-d അല്ലേ. അപ്പോൾ ഈ a ആണ് ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പോൾ a ഇവിടെ ഓൾറെഡി ഉണ്ട്, d എന്ന് പറയുന്നത് പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിളാണ്. അപ്പോൾ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് നമുക്ക് അതിൻ്റെ റൂട്ട് എലമെൻ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ പേരെന്താണ്, b എന്നാണ്. ബിയിലേക്കാണ് ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. സോ b എന്നുള്ള വേരിയബിൾ നമ്മളവിടെ കൊടുത്തു. അടുത്ത് c=b+c. അപ്പോൾ ഇവിടെ പറയുന്നത് കാണുമ്പോൾ ഇതും ഒരു എക്സ്പ്രഷൻ ആണെന്ന് തോന്നും. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന b എന്ന് പറയുന്നത് ഈ b ആണ്. അങ്ങനെയാണ് ഞാൻ ഈ ട്രീ ഡാഗ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ b ആണ് സിയുടെ നോഡിൻ്റെ ഒരു എലമെൻ്റായിട്ട്, ഒരു ചൈൽഡായിട്ട് പോകുന്നത്. ദെൻ അടുത്ത് c എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നു. ആ നോഡ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡാഗിനകത്ത് റിപ്പീറ്റിംഗ് നോഡ്സ് പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ സിയിലേക്കാണ്, ഈ സി ആണ് നമ്മുടെ റൈറ്റ് ചൈൽഡായിട്ട് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ b+c. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് റൂട്ട് എലമെൻ്റ് ആയിട്ട് വന്നു. അത് സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ എന്താണ്, c ആണ്. അതിനെയാണ് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, a-d അല്ലേ. അപ്പോൾ a എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഉണ്ട്. ആ വേരിയബിളും നിന്ന് നമ്മളൊരു a-d ഓൾറെഡി വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഡാഗിൽ നമുക്ക് വീണ്ടും വരയ്ക്കാൻ പറ്റില്ല. പകരം ഓൾറെഡി എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നതിനെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ a ഓൾറെഡി ഉണ്ട്, d ഓൾറെഡി ഉണ്ട്. അപ്പോൾ a-d എന്ന് ഒരു ഡാഗ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതിൽ b എന്ന് നമ്മൾ ഓൾറെഡി പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെ ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡാഗിൻ്റെ നോഡിന് തന്നെ നമ്മൾ വീണ്ടും പേര് കൊടുക്കുകയാണ് d എന്ന്. അപ്പോൾ b, d എന്നാണ് പേര് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ പാഴ്സ് ട്രീ വരയ്ക്കുന്നത് പോലെ വീണ്ടും ഒരു a-d റിപ്പീറ്റ് ചെയ്ത് ഡാഗിനകത്ത് ഒരിക്കലും വരയ്ക്കില്ല. ഇനി രണ്ടാമത്തത് ഡെഡ്കോഡ് എലിമിനേഷൻ എന്നാണ്. അപ്പോൾ ഡെഡ്കോഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കപ്പെട്ടത് പിന്നീട് അത് അതിനകത്ത് യൂസ് ചെയ്യാതെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന കോഡുകളെയാണ് നമ്മൾ ഡെഡ് കോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നേരത്തെ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. നേരത്തെ നമുക്ക് ലാസ്റ്റ് എന്തായിരുന്നു,
ഡി ഈക്വൽസ് എന്നായിരുന്നു നമുക്ക് വന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡി എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആക്റ്റീവ് അല്ല, ലൈവ് അല്ല. അപ്പോൾ പുതിയ നോഡ് ബി പ്ലസ് സി എന്ന് പറയുന്ന ഒരു പുതിയ നോഡിനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ എ ഈക്വൽസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ദേ ഇവിടെ വരച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന നോഡിന് നമ്മൾ പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് ഇത്രയും ആദ്യത്തെ എക്സ്പ്രഷൻ. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? ബി മൈനസ് ഡി അല്ലേ. ബി ഓൾറെഡി ഇവിടെ ഉണ്ട്. ഡി എന്ന് പറയുന്നത് പുതിയ നോഡാണ്, അതിനെ വെച്ചു. അത് നമ്മളിവിടെ എന്ത് ചെയ്തു? ദേ മൈനസ് സി എന്ന് പറഞ്ഞ് എടുത്തു. നമ്മൾ നേരത്തെ എന്താണ് ക്യാരി ഓവർ ചെയ്ത് മുകളിലേക്ക് വരയ്ക്കുകയായിരുന്നു ഡാഗ്. ഇവിടെ അങ്ങനെയല്ല. കാരണം എ എന്ന് പറയുന്ന വേരിയബിൾ പിന്നെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എ പിന്നെ എന്താണ്? ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എ എന്ന് പറയുന്ന വേരിയബിൾ ഡെഡായി അല്ലേ. അപ്പോൾ അതിനെ പിന്നെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ബി മൈനസ് ഡി വന്നു. അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ബിയിലാണ്, അതിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടു. അതിനുശേഷം എന്താണ്? സി വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്, സി പ്ലസ് ഡി. അപ്പോൾ സി ഇതേ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ എന്തിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്? ഡി നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ സി പ്ലസ് ഡി എന്ന് പറയുന്നത് സിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇനി അതിനുശേഷം എന്താണ്? ലാസ്റ്റ് എക്സ്പ്രഷൻ ഇ ഈക്വൽസ് ബി പ്ലസ് സി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതേത് ബിയും സിയുമാണ്? നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബി ആണ് ഇവിടേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ സി ആണ് ഇവിടേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വരച്ച് ഒരു റൂട്ട് നോഡ് ജനറേറ്റ് ചെയ്ത് അതിനെ ഇ എന്നുള്ള പേര് കൊടുത്തത്. ഇങ്ങനെയാണ് ഡെഡ് കോഡ് എലിമിനേഷൻ ഡയഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ആൾജിബ്രൈക് ട്രാൻസ്ഫോർമേഷൻസ്. ഇവിടെ ഒരു ഐ കൂടെ ഉണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ ആൾജിബ്രൈക് ട്രാൻസ്ഫോർമേഷൻസിനകത്ത് നമ്മൾ ആൾജിബ്രൈക് ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനോടുകൂടി ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ആ സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അഡിഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 0 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, സബ്സ്ട്രാക്ഷൻ്റെ കേസിലും 0 തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൾജിബ്രൈക് ഐഡൻറ്റിറ്റിക്കകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത്. അപ്പോൾ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഡക്ഷൻ ഇൻ സ്ട്രെങ്തിനകത്ത് പറയുന്നത് ഒരു ഹൈ പ്രയോറിറ്റി ഓപ്പറേറ്ററിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു എക്സ്പ്രഷനെ നമ്മൾ ലോ പ്രയോറിറ്റി ഓപ്പറേഷനിലേക്ക് ചെയ്യുന്നു. അപ്പോൾ സ്ട്രെങ്തിനെ റിഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 2 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനെ നമ്മൾ റിഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എക്സ് പ്ലസ് എക്സ് എന്ന് നമുക്ക് റിഡ്യൂസ് ചെയ്ത് എഴുതാം. അത് തന്നെയാണ് ഇവിടെ 2 ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് എക്സ്. അപ്പോൾ 4 × 2 8 എന്ന് പറയുമ്പോൾ നമുക്ക് റിഡ്യൂസ് ചെയ്യുമ്പോൾ 4 + 4 എന്ന് എഴുതേണ്ടി വരുന്നു. അതുപോലെ തന്നെ x/2 എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ എഴുതുമ്പോൾ? ഹാഫ് അല്ലേ. x/2 എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്ത് ഹാഫ് ആണ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് x × 0.5 എന്ന് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ റിഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് ഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ അറിയാം, ആ വാല്യൂ എന്തൊക്കെ ചെയ്താലും മാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? 3.14 തന്നെയാണ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെ എക്സ്പ്രഷൻ എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്താലും പൈയുടെ വാല്യൂ മാറില്ല. അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷനിൽ 2π എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് പൈയുടെ വാല്യൂ അറിയാമല്ലോ, എന്താണ്? 3.14 ആണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈനൽ റിസൾട്ടായിട്ട് കിട്ടുന്ന വാല്യൂ എന്താണോ അതിനെ അവിടെ എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് കോൺസ്റ്റൻറ്റ് ഫോൾഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.